നോക്കൂ, ഈ രാജ്യത്തിനകത്തുള്ള പാരമ്പര്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് മുഗളന്മാർ അടക്കമുള്ള മനുഷ്യരുടെ, മുസ്ലിം ജനവിഭാഗങ്ങളുടെ, ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും അടങ്ങുന്ന പാർശ്വവൽക്കൃത വിഭാഗങ്ങളുടെ ഒക്കെ ചരിത്രവും പാരമ്പര്യവുമാണ്. ഇതിൽ നിന്നുള്ള പേരുകളൊന്നും തന്നെ സ്വീകരിക്കാതെ കൃത്യമായിക്കൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയം പേറുന്ന, ഹിന്ദുത്വ പുരാണങ്ങൾ പേറുന്ന പേരുകൾ മാത്രമാണ് ഇവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിനെ ഇങ്ങനെ, അല്ലെങ്കിൽ ഇന്ത്യയെ ഇങ്ങനെ രാമായണം മഹാഭാരതം സീരിയലിന്റെ സീനാക്കി മാറ്റുകയാണ് ഇവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് ഒരു കാര്യത്തിൽ കൂടെ അത്ഭുതമുള്ളത്, ഒരുപക്ഷെ എങ്ങനെയാണ് നാളെ ഈ സ്കീമിനകത്ത് ഈ പറയുന്ന റാംജി എന്നൊക്കെ ഞാൻ വിചാരിക്കും ആദ്യം ഇവർ ഷോർട്ട് ഫോം ആണ് ഉണ്ടാക്കുന്നത്, എന്നിട്ടാണ് ഫുൾ ഫോം ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം നാളെ ഈ റാംജി സ്കീമിൻ്റെ അകത്ത് വല്ല അക്ബർ എന്ന പേരുള്ള ഒരു മനുഷ്യനെങ്ങാനും തൊഴിലെടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഉമ്മുക്കുൽസ് തൊഴിലെടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ, എനിക്കുറപ്പാണ് ഇവരുടെ സംഘടനകളുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ പോലുള്ള VHP ഒക്കെ പോലുള്ള സംഘടനകളുണ്ടല്ലോ, ഇവർ കോടതിയിൽ കേസുമായി വരുമല്ലേ? ഉറപ്പായിട്ടും വരും. സീതയും അക്ബറും എന്ന് പേരായ രണ്ട് സിംഹങ്ങൾ ഒന്നിച്ച് ജീവിച്ചതിന് കോടതിയിൽ കേസ് കൊടുത്ത മനുഷ്യന്മാരാണ്. അവിടെ പേര് മാറ്റണം എന്ന് പറയുന്ന കോടതിയാണ് നിലവിലുള്ളത്. ഈ സ്ഥലത്ത് എങ്ങനെയാണ് റാംജി പദ്ധതിക്കകത്ത് ഈ മാർജിനലൈസ് മനുഷ്യരെ ഉൾക്കൊള്ളാൻ പോകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായ ഒരു ചോദ്യമാണ്. അപ്പോൾ പേരിടൽ എന്ന് പറയുന്നത് ഒട്ടും നിഷ്കളങ്കമായിട്ടുള്ള ഒരു കാര്യമല്ല. പേരിടൽ ചരിത്രത്തെ മായ്ക്കാൻ വേണ്ടി, വംശീയ ഉന്മൂലനം നടത്താൻ വേണ്ടിയിട്ടുള്ള സിദ്ധാന്തം തന്നെയാണ് വളരെ കൃത്യമായിക്കൊണ്ട് ഇവർ ചമഞ്ഞുകൊണ്ടേയിരിക്കുന്നത്.